ഓം നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാക്ഷാദാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിഘ്നോതി സുത്സദാ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിന്യതി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗൗരൻ രക്തവരാരമ്യം സുനേത്രം സുസ്മിതാനനം ശ്യാമസ്വഭീഷ്ട സാധിക രാധിക ആശ്രയേ തദാ. ഹരേ കൃഷ്ണ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി സൻ പ്രഭുസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് പ്രഥമസ്കന്ധം 16-ാം അധ്യായം 20-ാമത്തെ ശ്ലോകമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആണോ? ഹരേ കൃഷ്ണ. അതേ മാതാജി 20 ആയിരുന്നു. ഹരേ കൃഷ്ണ. ഇപ്പൊ 20-ലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടു. എന്തൊക്കെയാണ് 20 പറഞ്ഞതെന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും അതിനൊരു ബ്രീഫിംഗ് തരൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. കലിയുഗത്തിന്റെ പ്രാഭവത്തെക്കുറിച്ചും കലിയുഗത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചുമായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം, ദയ, തപസ്, ശൗചം, ഇതിലൊക്കെ ഉണ്ടായ ക്ഷയം, സത്യം ഒഴികെയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. കലിയുഗത്തിൽ ഒരു പാദം മാത്രമായി ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് കലിയുഗത്തിന്റെ എല്ലാ യുഗങ്ങളിലെയും യുഗ ദൈർഘ്യങ്ങളെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് കലിയുഗത്തിന്റെ പ്രാഭവമായിട്ട് സത്യദയ, തപസ്, ശൗചം ഇതൊക്കെ ഉണ്ടായ ശോചനീയ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ ധർമ്മത്തിന്റെ 4 കാലുകള്, അതിൽ ഓരോന്നും
ഓരോ യുഗത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ 1 ഭാഗം വീതം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പൊ എത്ര വർഷങ്ങളാണ് കലിയുഗത്തിലെ, ദ്വാപരയുഗത്തിലെ, ത്രേതായുഗത്തിലെ, സത്യയുഗത്തിലെ ഒക്കെ ഉണ്ടായിരുന്നത്? അതിനെന്താണ് ധർമ്മതത്വങ്ങൾ, മതാനുസാരി അനുസരിച്ചുള്ള ധർമ്മതത്വങ്ങൾ 4:3 എന്ന അനുപാതത്തിൽ നഷ്ടപ്പെടുകയാൽ ധർമ്മരൂപമായ കാള ഒറ്റക്കാലിൽ നിൽക്കുന്നത് കാണുന്നു. അപ്പം 4:3 ഭാഗം ജനങ്ങളും അധർമ്മികളാകുന്ന അവസരത്തിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന നരകീയമായ ജീവിതത്തെക്കുറിച്ച്, നരക തുല്യമായ അവസ്ഥയെക്കുറിച്ച് നമ്മളവിടെ കാണുകയാണ്. അപ്പം അതുപോലെ എല്ലാം ഒരു അധപ്പതനാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മളവിടെ കാണുന്നു. ഭൗതികമായിട്ട് ചിലപ്പോൾ ഉയർച്ച ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു ആകെയുള്ള ടോട്ടലായിട്ടുള്ള ഒരു ആത്മീയാവസ്ഥ ഒട്ടും തന്നെ ഇല്ലാതെ വരുന്നു. ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നതായിട്ടും അവിടെ കണ്ടു. അപ്പൊ നമ്മള് ജ്ഞാനമായിട്ടുള്ളത്, ജ്ഞേയമായിട്ടുള്ളത്, ജ്ഞാനഗമ്യമായിട്ടുള്ളത്, ഇത് മൂന്നും, ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ അറിവ് നേടുക, ജ്ഞേയം എന്ന് പറയുന്ന അറിയേണ്ട വസ്തു എന്താണെന്ന് അറിയുക, അതുപോലെ ജ്ഞാനഗമ്യം അറിയേണ്ടതിനെ ഒന്നുകൂടി തിരിച്ചറിയുക. ഈ 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ ഒരു അവബോധമില്ലാതെ വരികയും മനുഷ്യർ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മള് ഈ ഒരു ശ്ലോകത്തിൽ ആരാണ് നമുക്ക് ശുകദേവ് ഗോസ്വാമി പറഞ്ഞു തരികയാണ് ചെയ്തത്. അപ്പൊ ആരാണ് മ്ലേച്ഛരെന്ന് പറഞ്ഞു? മ്ലേച്ഛരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പൊ ബ്രാഹ്മണര് സമൂഹത്തിൽ എങ്ങനെയാണ് ഭഗവാനോടുള്ള പരമദിവ്യോത്തമ പുരുഷനിലുള്ള ആനുപാതികമായ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ട് മനുഷ്യരെ തരംതിരിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ 1-ാം തരം വിശ്വാസികളാണ് വൈഷ്ണവരെന്നും, അതുപോലെ വൈഷ്ണവരും പിന്നീട് ബ്രാഹ്മണരും, അതുപോലെ ക്ഷത്രിയർ പിന്നീട് ക്ഷത്രിയര്, 3-ാമത് വൈശ്യര്, 4-ാമത് ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് മ്ലേച്ഛരെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വരുന്നത് ചണ്ടാലരാണ് എന്നും പറഞ്ഞ് അനുക്രമമായി മനുഷ്യരെ തരംതിരിക്കാമോ എന്ന് ചോദിക്കും. പക്ഷേ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുസരിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു സമൂഹത്തിൽ പെരുമാറുന്നത് എന്നതിനനുസരിച്ച് ഉള്ള തരംതിരിവാണ് അവിടെ വരുന്നത്. അല്ലാതെ മനുഷ്യരെ തരംതിരിക്കാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. അപ്പൊ അനുക്രമമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ചണ്ടാല അവസ്ഥയിൽ വരുമ്പോൾ അധപ്പതനത്തിന്റെ അവസാന വാക്കാണ് ചണ്ടാലാവസ്ഥ എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യനെ അല്ല പറയുന്നത്, അവിടെ ചണ്ടാല അവസ്ഥ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും ചണ്ടാളന്മാരെന്ന് പറഞ്ഞു തരുന്നില്ല, പക്ഷെ ആ അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ കുത്തി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണേലും ചണ്ടാളനും ആകാം, ബ്രാഹ്മണനും ആകാം. അപ്പൊ അത് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ആകണോ അതോ ഒരു ചണ്ടാളനാകണോ എന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ആരും അതിൽ ഒരു വിഭാഗം ജനങ്ങൾക്കും അതിൽ വേദനിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇതെല്ലാം ജന്മത്തെ ഉദ്ദേശിച്ചുള്ളതല്ല. എല്ലാവരും നമുക്കറിയാം, ജന്മം കൊണ്ട് ബ്രാഹ്മണരായിട്ടുള്ളവരും വൈഷ്ണവരായിട്ടുള്ളതും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, അത് ശരിയാണ്. പക്ഷേ ഈ തരംതിരിവ് അതല്ല, കർമ്മം കൊണ്ടുള്ളതാണ്. അപ്പൊ മനുഷ്യരുടെ പൊതുവേയുള്ള വ്യത്യസ്ത യോഗ്യതകളാണ് ഇവ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് സമയത്ത് ജനിച്ചു, നക്ഷത്രം ഏതാണ് എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, അല്ലെ? ജാതകം ഉടനെ എഴുതിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും എന്നുള്ള പൊതുവേ ധാരണ നമ്മുടെ ജന്മസമയത്തെ കുറിച്ച് അവിടെ കണക്കാക്കി വെക്കുകയാണ്. നമ്മൾ പരീക്ഷിത് മഹാരാജാവ് ജനിച്ച അവസരത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ശരിയായ വിശകലനം ചെയ്തിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് എന്ന് നമ്മൾ നേരത്തെ വായിച്ചു, അല്ലെ? അങ്ങനെ ജന്മാവകാശത്തിന്റെയോ സമുദായത്തിന്റെയോ പ്രശ്നം ഒന്നും ഉദിക്കുന്നില്ല. സ്വപ്രയത്നം കൊണ്ട് യഥായോഗ്യമായ ഗുണങ്ങൾ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. നമ്മൾ ജനിച്ചിട്ട് നമുക്ക് അത് നിറത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മറ്റൊന്നും നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതായി. പക്ഷെ സമൂഹത്തിൽ ചിലപ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ് എന്നൊക്കെയുള്ള ഇന്നിപ്പോ ആരും ഇല്ല, എല്ലാവരും ശൂദ്രരാണെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. അപ്പം വൈഷ്ണവന്റെ പുത്രന് മ്ലേച്ഛനാകാനും കഴിയും, മ്ലേച്ഛന്റെ പുത്രന് വൈഷ്ണവനാകാനും കഴിയും എന്ന് നമുക്ക് പ്രഭുപാദർ ഇവിടെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ആരാണ് ഈ മ്ലേച്ഛർ എന്ന് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു തരികയാണ്. ആരാണ്? മാംസഭോജികളായ മനുഷ്യരെയാണ് മ്ലേച്ഛരെന്ന് പറയുന്നത്. അപ്പം അതുപോലെ എല്ലാ മാംസഭോജികളെയും അങ്ങനെ പറയുന്നില്ല എന്നും പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ചിലര്
ചിലർക്ക് മാംസം ആവശ്യമാണ്, കഴിച്ചേ പറ്റൂ എന്നുള്ള ചിന്താഗതി വരുമ്പോഴേ അവരെന്ത് ചെയ്യുന്നു? അതാണ് വേദത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമില്ല, വേദം ഭഗവാന്റെ മുഖത്ത്. അപ്പം എന്തിനാണ് വേദത്തിൽ അങ്ങനെയൊക്കെ എഴുതിയത്? എന്തുകൊണ്ട് ഭഗവാനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല എന്നൊരു ക്വസ്റ്റ്യൻ വന്ന് വിവിധ തരം ജനങ്ങളാണ് ജീവിക്കുന്നത്, അത് വേദത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഓരോ ടേസ്റ്റ് അനുസരിച്ച്, അവനവന്റെ വിധി അനുസരിച്ച്, അവനവന്റെ ഇഷ്ടമനുസരിച്ച് ഏത് രീതിയിൽ പോകാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ സനാതനധർമ്മത്തിന്റെ പ്രത്യേകതയുമാണത്. അത് സനാതനധർമ്മികൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകത. പക്ഷെ ആർക്ക് വേണേലും ധർമ്മികളാകാൻ കഴിയും, പ്രയത്നം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ആ മ്ലേച്ഛരിൽ തന്നെ വേദാനുശാസനങ്ങൾക്ക് വിധേയമായി മാംസം ഭക്ഷിക്കുന്നവരും ഉണ്ട്. അവരെ നമ്മള് മ്ലേച്ഛരെന്നങ്ങ് തള്ളിക്കളയുന്നില്ല, അവരും മ്ലേച്ഛരാണ്, പക്ഷേ അവർക്കൊരു പ്രത്യേകത കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ യാതൊരു വിധാനുശാസനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ മാംസഭോജനം നടത്തുന്നവരെ തനി മ്ലേച്ഛർ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പം വേദങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പം വേദാനുശാസനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പശുവിനും കാളയ്ക്കുമാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പക്ഷേ അവരെയൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. ഇനിയും ഈ യുഗത്തിലെ ജനങ്ങൾ, നമുക്കറിയാം എന്തോ യജ്ഞമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് യജ്ഞം എന്താണെന്ന് നമുക്കറിയാമോ? അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കലിയുഗത്തിലെ ജനങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. നമുക്കെല്ലാം ഇന്ദ്രിയ ആസ്വാദനമാണ്. ഇപ്പൊ ഓണം വരുന്നു, ഓണത്തിന് ഏതെല്ലാം രീതിയിൽ നമ്മുടെ മോടി പിടിപ്പിക്കാം, ആർക്കെല്ലാം എന്തെല്ലാം വാങ്ങിക്കൊടുക്കാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രശസ്തരാകാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്തെല്ലാം വാങ്ങിക്കൂട്ടാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ്. അല്ലെങ്കിൽ തന്നെ എത്ര സ്ഥലത്ത് നമുക്ക് പോകാം, ഏതെല്ലാം സ്ഥലങ്ങൾ സന്ദർശിക്കാം, ഇങ്ങനെയൊക്കെയുള്ള, എന്നിട്ട് അത് വാട്സപ്പിൽ ഇടുക, അല്ലെങ്കിൽ പ്രശസ്തരാവാൻ കഴിയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രത്യേകത, കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്ദ്രിയാസ്വാദനത്തിൽ ലൗകികമായി വ്യാപൃതരായിരിക്കുന്നവർക്ക് യജ്ഞാനുഷ്ഠാനം അവർക്കതൊരു അത്യന്താപേക്ഷിതമല്ല എങ്കിൽ തന്നെ, കാരണം നമ്മുടെ മനസ്സ് അവിടെയല്ല, നമ്മൾ ഇന്ദ്രിയാസ്വാദനത്തിലാണ്. അപ്പം നമുക്ക് ഈ യജ്ഞാനുഷ്ഠാനത്തിനോട് യാതൊരു പ്രാധാന്യവും നമുക്കില്ല. അപ്പം ഇനിയും അങ്ങനെ വരുമ്പോഴേ, കാരണം മ്ലേച്ഛര് അങ്ങനെയാണ്, ഒരു വിഭാഗം മ്ലേച്ഛര് അങ്ങനെ തന്നെയാണ് എന്നിവിടെ എടുത്തു പറയുകയാണ്. നമ്മളും ആ കൂട്ടത്തിൽ തന്നെ പെടുക. കാരണം എന്താ? നമ്മളും ഇന്ദ്രിയാസ്വാദനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ വേറെ ഇതിന് വല്ല പ്രാധാന്യവും നമ്മൾ കൊടുക്കാറുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? യജ്ഞാനുഷ്ഠാനങ്ങൾ കർശനമാണ്, അത് ചെയ്തിരിക്കണം. നമ്മള് യജ്ഞാനുഷ്ഠാനം ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല എന്നാണ് ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നത്. എവിടെയാണ്? അന്നാത്ഭവന്തി ഭൂതാനി, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു തരികയാണ്. പർജന്യാത് അന്നസംഭവ യജ്ഞാത്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? അപ്പം എന്തുകൊണ്ടാണത് പറയുന്നത്? നമ്മള് ഒരു ജീവൻ വളർന്നു വരണമെങ്കിൽ ആ ജീവന് എങ്ങനെയാണ്? ജീവന് വളർച്ചയില്ല, ശരീരം വളർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ജീവാത്മാവ് അവന്റെ ശരീരത്തെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ധാന്യം കഴിച്ചുകൊണ്ടാണ്, അല്ലെ? ധാന്യം കഴിച്ചുകൊണ്ട്, സാധാരണക്കാരെയാണ് നമ്മൾ പറയുക, മറ്റേ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നവരെ വേറെ മാറ്റി നിർത്തും. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ധാന്യം കഴിച്ചുകൊണ്ട്, ധാന്യമില്ലാതെ എന്തെല്ലാം കഴിക്കുന്നവർക്കും പറ്റില്ലല്ലോ, ധാന്യം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പം എന്ത് കഴിച്ചാലും അതോടൊപ്പം ധാന്യമുണ്ട്. അത് കഴിക്കുന്നതുകൊണ്ട് അവർ മോശക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ നമ്മളെക്കാൾ എത്രയോ ഉന്നതമായിരിക്കും അവരുടെ മനസ്സ്, അതുപോലെ അവരുടെ പ്രവൃത്തിയും ചിലപ്പോൾ നമ്മളെക്കാൾ ഈ സാധാരണ രീതിയിൽ ധാന്യം മാത്രം ജീവിച്ച് കഴിക്കുന്നവരെക്കാൾ ഉന്നതരായിരിക്കാം അവരുടെ മനസ്സും അവരുടെ പ്രവൃത്തികളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കോൺഷ്യസ് ലെവല് അത് മാറ്റിയെടുക്കാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരെക്കാളിലൊക്കെ കൂടുതൽ ഉന്നതി അവരിലേക്ക് എത്തിപ്പെടും. ആ കോൺഷ്യസ് ലെവലാണ് കാണേണ്ടത്. അപ്പൊ അങ്ങനെ
ധാന്യം കൊണ്ട് ജീവിക്കുകയാണ്. അന്നാത് ഭവന്തി ഭൂതാനി, ഒരു ജീവാത്മാവ് ധാന്യം കൊണ്ട് ജീവിക്കുന്നു. ധാന്യം എവിടെ നിന്നാ വരുന്നത്? എന്തുകൊണ്ടാണ് ധാന്യം ഉണ്ടാകുന്നത്? മഴയില്ലെങ്കിൽ ധാന്യം ഉണ്ടാകില്ല. ഭൂമിയിൽ മഴ ലഭിച്ചില്ലെങ്കിൽ ധാന്യം ഉണ്ടാകുകയില്ല. മഴ എങ്ങനെയാ ഉണ്ടാകുന്നത്? യജ്ഞകർമ്മ ഫലമായിട്ടാണ് മഴ ഉണ്ടാകുന്നത് എന്നും, അപ്പൊ ആ യജ്ഞം ഉണ്ടാകുന്നത് വിധിപ്രകാരമുള്ള കർമ്മത്തിൽ നിന്നാണ് എന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാനാണ് ഇത് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ആലോചിച്ച്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ശ്ലോകം ആർക്കെങ്കിലും അറിയാമോ? അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമത്വ. അവിടെ എന്തൊക്കെയാ പറയുന്നത്? ഒരു ജീവി, ഒരു ജീവാത്മാവ് അവന്റെ ശരീരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ധാന്യം കൊണ്ടാണ്. ധാന്യം കഴിക്കാതെ പറ്റുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വക അവർക്ക് കഴിച്ചേ പറ്റൂ. അങ്ങനെ ധാന്യം കൊണ്ട് ജീവിക്കുന്നു. ധാന്യം എങ്ങനെ വരുന്നു? മഴയുടെ സഹായത്തോടുകൂടി ധാന്യം കിട്ടുന്നു. മഴ കിട്ടണമെങ്കിൽ എന്തു വേണം? യജ്ഞം ആവശ്യമാണ്. ഇനി യജ്ഞം എങ്ങനെ ഉണ്ടാകുന്നു? വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? വേദങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ആർക്ക് പറയാം അതൊന്ന്? ഹരേ കൃഷ്ണ. അന്നാത് ഭവന്തി ഭൂതാനി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഹരേ കൃഷ്ണ. ഭവന്തി ഭൂതാനി പർജന്യേ തന്നെ സംഭവ യജ്ഞാത് ഭവതി പർജന്യേ യജ്ഞകർമ്മ സമദ്ഭവ. അതിന്റെ അർത്ഥമാണ് അതറിയേണ്ടത്. ശ്ലോകം എല്ലാവർക്കും അറിയായിരിക്കും. യജ്ഞങ്ങൾ കൊണ്ട് മഴയുണ്ടാവുന്നു, മഴയിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാവുന്നു. അതിനു മുമ്പ് ആദ്യം ഫസ്റ്റ് എന്താണ്? ഒരു ജീവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവന്റെ ശരീരത്തെ ധാന്യം കഴിച്ചുകൊണ്ട് ഒരു ജീവൻ അവന്റെ ശരീരത്തെ വളർത്തും. പിന്നീട് ധാന്യം എങ്ങനെ കിട്ടും? മഴയിൽ നിന്ന് മഴ ലഭിക്കുന്നുണ്ട്, ധാന്യങ്ങൾ ഉണ്ടാവുന്നു. മഴ യജ്ഞങ്ങൾ കൊണ്ടുണ്ടാവുന്നു. യജ്ഞമോ? യജ്ഞകർമ്മ സമദ്ഭവ. എന്താണ് യജ്ഞം? വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്ന് യജ്ഞം ഉണ്ടാകും. ഇത് ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം. ആ ഒരു ശ്ലോകം അത് എന്താ പറയുന്നത്? തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, അല്ലെ? വേദത്തിൽ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? വേദങ്ങൾ പറഞ്ഞു തരുന്നു നിയന്ത്രിത വിധി. അതിനനുസരിച്ച് ഭഗവാനിൽ നിന്ന് അങ്ങനെ ആ കാര്യങ്ങൾ, ആ ഒരു നിയന്ത്രിത വിധിക്കനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്നു. അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഭഗവാനിൽ നിന്നാണ് വേദം വന്നത്. ആ അതീന്ദ്രിയ സത്ത, അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ കർമ്മം എന്താണ്? നമ്മുടെ ആ ഒരു ഏതിൽ നിന്നാകണം? നിയന്ത്രിത വിധി അനുസരിച്ചായിരിക്കണം നമ്മളുടെ കർമ്മങ്ങൾ പോകേണ്ടത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിധി, അത് ബ്രഹ്മാക്ഷര സമുദ്ഭവം. ആരിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അത്. അപ്പം തസ്മാത് സർവഗതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം നമ്മൾ അഖിലാണ്ടമായിട്ട് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതായിട്ട് കാണുന്നതെല്ലാം ബ്രഹ്മം എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പൊ ഭഗവാനിൽ നിന്നാണ് വേദം വന്നത്. അതീന്ദ്രിയ സത്ത, അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് വേദത്തിലാണ്. ആ വേദത്തിലെ യജ്ഞത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കിയാൻ എടുക്കാൻ കഴിയുന്നത്. അപ്പൊ യജ്ഞം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഇത്രയും വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ പറയുന്നുണ്ട് എന്ത്? ഏവം പ്രവർത്തിതം ചക്രം, അല്ലേ? നാനുവർത്തയതീഹേഹ അഹായുരിന്ദ്രിയാരമോ മോഹം പാർത്ഥ സജീവതി എന്നും പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? യജ്ഞം അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തി പാപത്തെയാണ് ഭുജിക്കുന്നത് എന്നാണ് പറയുന്നത്. അവന്റെ പ്രധാന ഉദ്ദേശം ഇന്ദ്രിയ സന്തോഷം തന്നെയാണ്. അപ്പൊ യജ്ഞത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ആ ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആണല്ലോ. അതിനെ കൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടത് നമുക്ക്. അപ്പം ജീവസത്തകൾ അതെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ആരുടെ സൃഷ്ടിയാണ് ജീവസത്ത? അതറിയില്ലേ നിങ്ങൾക്ക്? ആരുടെ സൃഷ്ടിയാണ് ജീവസത്ത? കാരണോദകശായി വിഷ്ണു.
യഥാർത്ഥത്തിൽ അത് അപ്പുറത്തെ അത് സർഗം. ജീവസത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ്. സർഗവും വിസർഗവും എന്ന് രണ്ട് കാര്യങ്ങളാണുള്ളത്. സർഗം നടത്തുന്നത് ആര്? വിഷ്ണു. കാരണോദകശായി വിഷ്ണുവിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു. 24 മൂലകങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടാവുകയും അതിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിയായ, അപ്പൊ അതവിടെ വെച്ചിട്ടുണ്ട്. സൃഷ്ടിക്ക് ആവശ്യമായ എല്ലാ 26 മൂലകങ്ങളെയും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആരെ? കാരണോദകശായി വിഷ്ണു, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരുക്കി വെച്ചിരിക്കുന്ന വസ്തു അവിടെ വെച്ചിട്ട് ആരെയാണ് നിയോഗിക്കുന്നത് സൃഷ്ടി നടത്താനായിട്ട്? ബ്രഹ്മാവിനെ, അല്ലെ? ആദ്യ സൃഷ്ടിയായ ബ്രഹ്മാവിനെയാണ് സർഗ സൃഷ്ടിയായിട്ട് പറയുന്നത്. ആരാണ് നടത്തുന്നത്? ഭഗവാനിൽ നിന്ന് തനിയെ, അല്ലെ? അപ്പം കാരണോദകശായി വിഷ്ണുവിൽ നിന്ന് ആരുണ്ടാകുന്നു? ബ്രഹ്മാവ് ഉണ്ടാകുന്നു. പിന്നെ ബ്രഹ്മാവും പ്രജാപതിമാരുമാണ് പിന്നത്തെ സൃഷ്ടിയിലേക്ക് വരുന്നത്. അപ്പൊ സൃഷ്ടിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. നമ്മളിത് എടുത്തിട്ടുള്ളതാ, സർഗവും വിസർഗവും. ആ സർഗ സൃഷ്ടിയിലാണ് ആദ്യത്തെ സൃഷ്ടിയായ ബ്രഹ്മാവ് ജനിക്കുന്നത്. ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് നേരിട്ടുണ്ടായതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മള് ഒരുപാട് ക്ലാസ് എടുത്തതാ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ ആ ഒരു സർഗത്തിൽ നിന്നാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് വിസർഗം നടത്തുന്നു. ആ വിസർഗത്തിലാണ് എന്താണ്? ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവസത്തകളെല്ലാം ഉണ്ടാകും. ഓരോ സൃഷ്ടിയെക്കുറിച്ചും ഭാഗവതം പറയുന്നുണ്ട്. ആദ്യം എന്തേ, പിന്നെന്തേ, ഇങ്ങനെ പടിപടിയായിട്ട് സൃഷ്ടി വരുന്നതായിട്ടും പ്രജാപതിമാരെയും ദക്ഷനെയും ഒക്കെ അതിനകത്ത് ഏർപ്പെടുത്തുന്നതായിട്ടും ഒക്കെ നമ്മൾ ഭാഗവതത്തിൽ ഇനിയും നിങ്ങൾ പഠിക്കും. അപ്പൊ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ജീവസത്തകളെ ഭഗവത് സന്നിധിയിലേക്കുള്ള പാതയിൽ പുരോഗമനപരമായി നിലനിർത്താൻ യജ്ഞാനുഷ്ഠാന വിധികളും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം ബ്രഹ്മാവ് ഈ സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ എന്ത് സൃഷ്ടിയാ നടത്തിയത്? വിസർഗം. ആദ്യത്തെ എന്തായിരുന്നു? സർഗം. ഈ രണ്ടു പേരെങ്കിലും ഓർത്തിരിക്കണം, രണ്ടു പേരുകൾ. സർഗം വിഷ്ണു നടത്തി, ഇവിടെ ബ്രഹ്മാവ് വിസർഗം നടത്തി. അപ്പൊ ആ രണ്ടാമത്തെ സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ മനുഷ്യരെയും ജീവജാലങ്ങളെ സർവ്വതിനെയും, മനുഷ്യരെ മാത്രമല്ല, മനുഷ്യർ ഇങ്ങനെ അറ്റത്തൊരു 4 ലക്ഷം മാത്രമേ ഉള്ളൂ, അത്രയേ ഒരു ഇതേ ഉള്ളൂ, 4 ലക്ഷം വിഭാഗങ്ങളെ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റ് ജീവജാലങ്ങളാണ്. അപ്പൊ അങ്ങനെ ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, നമുക്ക് മനുഷ്യനൊന്നും എടുത്തു പറയണ്ട, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിനാവശ്യമായ യജ്ഞാനുഷ്ഠാനങ്ങളും വിധിക്കപ്പെട്ടു. ഓരോ സൃഷ്ടിക്കും ആവശ്യമായ യജ്ഞാനുഷ്ഠാനങ്ങളെല്ലാം വിധിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഓരോന്നും നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലാണ് നമ്മൾ കഴിഞ്ഞു പോകേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മനുഷ്യർക്ക് പ്രാധാന്യം വന്നു വെച്ചാൽ, കോൺഷ്യസ് ലെവലിൽ നമ്മൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നു. ജീവജാലങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉറുമ്പിനോ അല്ലെങ്കിൽ ഒരു കിളിക്കോ ഒക്കെ ഇത് മനസ്സിലാക്കിയെടുത്ത് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചു. ജീവജാലങ്ങൾക്ക് അവർക്ക് എങ്ങനെ ആഹാരം തേടാമെന്നും അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടു. ബ്രഹ്മാവാണ് ഈ യജ്ഞ പദ്ധതികളും ഉണ്ടാക്കിയത്, അതുപോലെ ജീവജാലങ്ങളെയും ഉണ്ടാക്കിയത്. അപ്പം ജീവാത്മാക്കൾ ആ പദ്ധതി പ്രകാരമാണ് ജീവാത്മാക്കൾ ജീവിച്ചു പോകേണ്ടത് എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം ബീജത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ പല ജീവാത്മാക്കളുണ്ട്. അവർക്ക് ജീവസത്തകൾ ധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവിൽ ജീവിക്കുകയും അവ ഭക്ഷിക്കുന്നതിലൂടെ രക്തത്തിന്റെയും ബീജത്തിന്റെയും രൂപത്തിൽ അവർക്ക് ശരീരത്തിന് ജീവാധാരമായ ശക്തി ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജീവാധാരമായ ശക്തി അവർക്ക് ധാന്യത്തിൽ നിന്ന് എങ്ങനെ കിട്ടുന്നുവെന്ന് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പം അവിടെ അതിനെക്കുറിച്ച് നിങ്ങൾ ആ പർപ്പോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ഭാവാർത്ഥത്തിൽ അത് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഒരു കാര്യം, ഇതിനകത്ത് നിങ്ങൾക്ക് വിവർത്തനം പറഞ്ഞു ഉണ്ടോ? നിങ്ങളുടെ പുസ്തകത്തിൽ വിവർത്തനം ഉണ്ടോ? എല്ലാവരുടെയും പുസ്തകത്തില് ഈ ശ്ലോകത്തിന്റെ 20ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം തന്നിട്ടുണ്ടോ? പുസ്തകമുള്ളവരാരെങ്കിലും ഉണ്ടോ? വാർത്തയുള്ളൂ മാതാജി, ഭാവാർത്ഥമേ ഉള്ളൂ. ചില പുസ്തകത്തിൽ, എന്റെ പുസ്തകത്തിലും ഭാവാർത്ഥം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് വിവർത്തനം ഉണ്ടല്ലോ മാതാജി, വിവർത്തനമുണ്ട്. പിന്നെ അടിച്ചതാ പ്രഭു. ആദ്യം വാങ്ങിച്ചവർക്ക് അതില്ല. ആദ്യം വാങ്ങിച്ചവർക്ക് അത് കൊടുത്തിട്ടില്ല, ഭാവാർത്ഥം മാത്രമേ ഉള്ളൂ അല്ലെ? 21 21 അപ്പം അതിനകത്ത്
21-ന്റെ കാര്യം 20-ന്റെ കാര്യമാണ്. ഉണ്ട്, വിവർത്തനം അവാർത്തം ഉണ്ട്. 21 വിവർത്തനം ഉണ്ട്. അത് 20-ലുണ്ടോ? 20-ലാ ചോദിച്ചത്. 20-ലും ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അത് പിന്നെ പ്രശ്നമില്ല. ആദ്യം അടിച്ചതിനകത്ത് അവർക്ക് വിട്ടുപോയിരുന്നു. അപ്പൊ ആ ഇത് വന്നിരുന്നില്ല, വിവർത്തനം വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചുണ്ടോ. അപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല, നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞു. അങ്ങനെ ജീവസത്തകൾക്ക് ഊർജ്ജം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് യജ്ഞത്തിൽ കൂടി ഏത് രീതിയിലാണ് അവരെ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സാമവേദം, യജുർവേദം, ഋഗ്വേദം, അഥർവവേദം എന്നീ വേദങ്ങളിൽ അനുശാസിച്ചിരിക്കുന്ന പൂജാവിധികൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി യജ്ഞവേദിയിൽ അഗ്നിക്ക് സമർപ്പിക്കുന്നതിലൂടെ സൂര്യദേവൻ പ്രസന്നനാകുന്നുവെന്ന് മനുസ്മൃതിയും പറയുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ബുക്കുകളെ കുറിച്ച് ഇവിടെ എടുത്തു പറയുക. വേദങ്ങൾ 4-ലും കൂടി പൂജാവിധികൾ അനുശാസിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ യജ്ഞം അനുഷ്ഠിക്കേണ്ടതെന്ന് വേദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. യജ്ഞവേദിയിൽ അഗ്നിക്ക് വല്ലതും സമർപ്പിക്കുന്നതിലൂടെ സൂര്യദേവൻ പ്രസന്നനാകുന്നുണ്ട്. അങ്ങനെ സൂര്യദേവൻ പ്രസന്നനായിട്ടാണ് ആവശ്യമായുള്ള കാലാവസ്ഥ നമുക്ക് മഴ ലഭിക്കുന്നതിനെ സഹായിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഏത് രീതിയിലാണ് ആകാശത്തിൽ ജലം ശേഖരിച്ചിട്ട് നമ്മൾ വർഷം പെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ധാന്യോൽപാദനം നടത്താൻ അത് അത്യാവശ്യമാണെന്നും ജീവസത്തകൾക്ക് എങ്ങനെ ഊർജ്ജം ലഭിക്കുന്നു എന്നും പറഞ്ഞു തന്നിരിക്കുന്നു. ഇനിയും അതുപോലെ ഇവിടെ പറയുന്നത് മ്ലേച്ഛന്മാർ ഗോക്കളെയും കാളകളെയും മറ്റു മൃഗങ്ങളെയും കൊല്ലാനായി കശാപ്പിശാലകൾക്ക് ഇവിടെ രൂപം നൽകിയിട്ടുണ്ടെന്നും ഒക്കെ ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്കും അറിയാവുന്നതാണ്, നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോകണ്ട. പിന്നെ എങ്ങനെയാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും സൂര്യനെയും പോലുള്ള ദേവന്മാരുടെ കൃപയെ എന്തിനാണ് അവരെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. എന്തിനവരെയൊക്കെ ആരാധിച്ചു? അവർക്ക് എന്തുകൊണ്ട് ആശ്രയിക്കുന്നു? പ്രകൃതിയിലേക്ക് ആവശ്യമായ വസ്തുക്കൾ പ്രദാനം ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി അവരെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഉന്നത തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നമ്മളിപ്പം എപ്പോഴും ഏറ്റവും ഉന്നത തലത്തിൽ എത്തിയിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ അത്യാവശ്യം വന്നെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സ് താണു നിൽക്കുന്ന അവസരത്തില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യജ്ഞം ചെയ്തിട്ട് ഇവരെയൊക്കെ പ്രസാദിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്നാണ്. ഒരുപാട് കാര്യങ്ങളാണ് ശ്രീല പ്രഭുപാദർ നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങളിൽ യജ്ഞാനുഷ്ഠാന വിധികൾ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാണ് നമുക്ക് ഈ ഒരു പർപ്പോട്ടിൽ നിന്ന് കിട്ടുന്നത്. യഥാർത്ഥത്തില് അത് ശരിക്കും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഭൗതികവാദികളാണെങ്കിൽ എന്താണ്? നമ്മള് ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി, നമ്മളെല്ലാം ഭൗതികവാദികളാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയാസ്വാദനത്തിനായി കർമ്മഫലങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോഴേ പിന്നെ ഒരു ഭക്തിയിലേക്ക് ഒന്ന് ചരിഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് തോന്നും? വലിയ പാപം ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. ഭക്തിയിലേക്ക് വന്നു എന്നല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് ഒന്ന് മനസ്സിനെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല? വലിയ പാപം ചെയ്യാൻ നമ്മള് തയ്യാറാകുന്നില്ല. അല്ല എങ്ങുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ അടിസ്ഥാനമായി നിൽക്കുന്നില്ല എങ്കിൽ സാധാരണ ആൾക്കാരെ പോലെ തന്നെ നമ്മളും എന്ത് ചെയ്യും? നിരവധി പാപങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മാറി ഭക്തിയുത സേവനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ, അതിനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സത്കർമ്മങ്ങളിലേക്കും ദുഷ്കർമ്മങ്ങൾക്കും ഒരു സത്കർമ്മങ്ങൾക്ക് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ദുഷ്കർമ്മങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എവിടെ? ഭക്തിയിലേക്ക് നല്ലതായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിയെടുത്താൽ, ഇപ്പോഴേ നമ്മൾ എന്താണ്? ഒരു ടേണിംഗ് പോയിന്റിലാണ്. അത് വേണോ ഇത് വേണോ എന്നുള്ളതാണ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട്? കയ്യാലപ്പുറത്തെ തേങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം ജീവാത്മാവിന്റെ സ്ഥിതിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്ത് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒന്നുകിൽ എന്താണ് സാധാരണ ജീവികളെ പോലെ തന്നെ സന്തോഷമായിട്ട് ജീവിതത്തെ അടിച്ചു പൊളിച്ച് അല്ലെ? സാധാരണക്കാർ പറയും, കോളേജിൽ പിള്ളേർ പറയും, എന്ത് പറയും? അടിച്ചു പൊളിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കാനും നമുക്ക് കഴിയും. അല്ല, നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിലയിൽ ഭഗവാനെ മനസ്സിലാക്കി പോകാനും നമ്മൾ കഴിയും. അവിടെ നമുക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ആത്മാർത്ഥമായി ഏർപ്പെടുമ്പോൾ അവിടെ നമുക്ക് സത്കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. സമർപ്പണത്തിന്റെ ഒരു രീതി, നമ്മുടെ യജ്ഞം നമ്മൾ നടത്തി ഭക്തന്റെ ജീവിതം തന്നെ യജ്ഞത്തിന്റെ അഥവാ സമർപ്പണത്തിന്റെ അഥവാ പരിത്യാഗത്തിന്റെ പ്രതിരൂപമാകയാൽ ഭക്തർക്ക് നിർദ്ദിഷ്ടമായ യജ്ഞാനുഷ്ഠാനങ്ങളുടെ ആവശ്യം
ഇല്ല. നമ്മൾ ആ ഒരു യഥാർത്ഥ ഭക്തൻ ജീവിക്കുന്നത് യജ്ഞാനുഷ്ഠാനങ്ങളിൽ തന്നെ കൂടിയാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു യജ്ഞാനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല. അവർക്ക് എന്ത് യജ്ഞാനുഷ്ഠാനമാണ്, എന്ത് യജ്ഞമാണ് അവർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? എന്താണ്? നാമസങ്കീർത്തനം. താങ്ക് യു പ്രഭു. നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംപദം. അത് ആരാ പറഞ്ഞു തന്നിരിക്കുന്നത്? യജ്ഞാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് ആരാ പറഞ്ഞു തന്നിരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ യജ്ഞാനുഷ്ഠാനമാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം യജ്ഞാനുഷ്ഠാനങ്ങളിൽ അതേ നമ്മള് ജീവിച്ചു വരുന്ന അതേ രീതിയിലാണെങ്കിൽ നമുക്ക് ആ യജ്ഞാനുഷ്ഠാനം തന്നെ മതി. അത് നമ്മളെ എവിടെയും എത്തിച്ചുകൊള്ളും എന്ന് നമ്മള് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാന് എന്തിനെ കുറിച്ച് പറഞ്ഞു? ജീവാത്മാക്കളെ കുറിച്ച് പറഞ്ഞിരുന്നു. ജീവാത്മാക്കളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ശക്തികളെ എന്തൊക്കെയാണ്? ഭഗവാന്റെ 3 ശക്തികൾ. അതാരെങ്കിലും ഒന്ന് പറഞ്ഞ് മറന്നുപോയോന്ന് എനിക്കറിയണമല്ലോ. ഒന്ന് പറയാൻ നോക്കിക്കേ. ഭഗവാന്റെ 3 തരം ശക്തികളെ കുറിച്ച് പറഞ്ഞു. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അന്തരംഗ ശക്തി എന്താണ്? ഇല്ല നിങ്ങൾക്ക്? കഴിഞ്ഞ വർഷം നമ്മൾ അത് വിശദീകരിച്ചെടുത്തതാണ്. എന്തെല്ലാം ശക്തികളാണ്? ആരെ ആശ്രയിച്ച ആരാണ് ഈ അന്തരംഗ ശക്തിയുടെ ആള്? ആരിലാണ് നിലകൊള്ളുന്നത്? ഭഗവാന്. ശക്തിമാനിലാണ്. പുരുഷൻ ആയിട്ട് നിൽക്കുന്ന ആ ശക്തിമാനിലാണ് നിലകൊള്ളുന്നത് അല്ലെ? അന്തരംഗ ശക്തിയും മൃദുരംഗ ശക്തിയും എല്ലാം ഉള്ളത്. അപ്പം പുരുഷനാണെങ്കിൽ അവിടെ എന്തുണ്ട്? പുരുഷൻ ശക്തിമാനാണ്, അവിടെ ശക്തിയുണ്ട് അല്ലെ? 2 തരം പ്രകൃതികൾ. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് അതിന് വേറൊരു പേരിൽ നമ്മൾ പറഞ്ഞു? പരാപ്രകൃതി എന്നും അപരാപ്രകൃതി എന്നും പറഞ്ഞു. അപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം എങ്ങനെയാണ് മഹാപ്രഭു എടുത്തത് എന്നും നമ്മൾ കേട്ടു. അപ്പൊ ഒരു ബദ്ധാത്മാവ് എന്തിനോടാണ് അറ്റാച്ച്ഡ് ആവുന്നത്? തടസ്ഥശക്തി. തടസ്ഥശക്തി എന്ന് പറയുന്നത് ജീവാത്മാവാണ്. ഒരു ബദ്ധാത്മാവ് അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് എങ്ങനെയാണ്, എന്തിനോടൊക്കെ അദ്ദേഹത്തിന് അറ്റാച്ച്ഡ് ആകാൻ പറ്റും? ഒരു ജീവാത്മാവിന് എന്തിനോടൊക്കെ? അന്തരംഗ ശക്തിയോടോ ബഹിരംഗ ശക്തിയോടോ അറ്റാച്ച്ഡ് ആവാൻ പറ്റും, നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ച്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് അന്തരംഗ ശക്തിയോടാണ് അറ്റാച്ച്ഡ് ആകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മള് എന്ത് ചെയ്യണം? അതിന് നാമജപം കൊണ്ടും ഡിവോഷണൽ സർവീസ് കൊണ്ടും നമ്മൾ ആരിലേക്ക് പോകും? ഭഗവാനോട് അറ്റാച്ച്ഡ് ആകാൻ നോക്കും. അവിടെയാണ് അന്തരംഗ ശക്തി. ഭഗവാന്റേതാണ് അന്തരംഗ ശക്തി, രാധാറാണി അല്ലെ? ആ അന്തരംഗ ശക്തിയിലേക്ക് പോകാൻ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഒന്നുകിൽ അന്തരംഗ ശക്തിയിലേക്ക് ചേരാൻ നോക്കും, അല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ, അടിച്ചുപൊളിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബഹിരംഗ ശക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ചെയ്യാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, എന്താണ്? ഒരു കയ്യാലപ്പുറത്തെ തേങ്ങാമാതിരിയാണ് ഞാൻ കടലിലെ മണ്ണിന്റെ കാര്യം. അത് നനഞ്ഞ മണ്ണും നനയാത്ത മണ്ണും രണ്ടില്ലേ? അപ്പൊ നനഞ്ഞ മണ്ണിലേക്ക് പോണോ നനയാത്ത മണ്ണിലേക്ക് പോണോ? അത് നമ്മളെ നോക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അന്തരംഗ ശക്തിയോട് ചേരണോ ബഹിരംഗ ശക്തിയോട് ചേരണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ് അല്ലെ? അപ്പം ഒരു പരമപുരുഷനോടെ അല്ലെങ്കിൽ അന്തരംഗ ശക്തിയോടെ അല്ലെങ്കിൽ രാധാറാണിയോടെ നമുക്ക് അറ്റാച്ച്ഡ് ആയാൽ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. അല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാനാണെങ്കിൽ നമ്മള് ബാഹ്യശക്തിയിലേക്ക് പോകുമെന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ആരാണ് ഈ തടസ്സശക്തി? തടസ്സശക്തിയുടെ അർത്ഥം എന്താണ്? ജീവാത്മാക്കളാണ് തടസ്ഥ ശക്തി. എന്താണ്? തടം എന്ന് വെച്ചാൽ അരികിൽ നിൽക്കുകയാണ്. നമ്മളെ അപ്പുറത്തും ഇപ്പുറത്തും, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ആ രീതിയിൽ നമ്മൾ അരികിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളെ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് അല്ലെ? അപ്പം എനിക്ക് ഈ ലോകവുമായുള്ള ബന്ധത്തിൽ എനിക്ക് ശക്തിമാനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനനുസരിച്ചാണ്.
നമ്മൾ അതിൽ ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ അന്തരംഗ ശക്തിയെ ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ബഹിരംഗ ശക്തിയെ ആശ്രയിച്ചിരിക്കണം. ഇത് രണ്ടില്ലാതെ നമുക്ക് ഒരിതുമില്ല. അപ്പം കോൺഷ്യസ് ആയിട്ടുള്ള അബോധത്തിൽ നിറഞ്ഞ ആ ഹരേ എന്നും കൃഷ്ണ എന്നും അത് നമ്മൾ പഠിച്ചു. അതിലേക്ക് പോകണോ അതോ ഭഗവാനിലേക്ക് പോകണോ? വേറെ ഒന്നും ഓർക്കണ്ട. ഹരേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ശക്തി. കൃഷ്ണ എന്ന് വെച്ചാൽ ഭഗവാന്. അതാണ് ഈ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ശക്തിയിലേക്ക്, ഭഗവാന്റെ ശക്തിയിലെ പ്രഥമ സ്ഥാനത്തേക്ക് പോകണോ, ഈ ബാഹ്യമായ സ്ഥാനത്തേക്ക് പോകണോ എന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്ന ഒരു യജ്ഞത്തെയാണ് നമുക്കിവിടെ നിർദ്ദേശിച്ച് തന്നിരിക്കുന്നത് എന്നും ഇവിടെ പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവാനെ ആരാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് കിട്ടുള്ളൂ. ഭഗവാനെ അറിയാൻ ശ്രമിക്കുക. അപ്പൊ നമ്മള് ഭീഷ്മരെ അന്ത്യസമയത്തിലെ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് എന്താണ്? കൃഷ്ണൻ അവിടെ നിൽക്കുകയാണ്. കൃഷ്ണൻ അവരുടെ കൂട്ടുകാരനായിട്ടും അവരുടെ ബന്ധുവായിട്ടും ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഈ ആരാണ്? ഈ കൃഷ്ണൻ നാരായണൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പം നാരായണൻ കൃഷ്ണനാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല. എന്താണ്? നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഈ കൃഷ്ണൻ നാരായണൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഈ നിൽക്കുന്ന ഭഗവാൻ നാരായണൻ, നിങ്ങൾ പ്രത്യേകിച്ച് നാരായണൻ നടിയിടണ്ട, നാരായണനുമാണ് എന്നുള്ളതാണ്. ഈ കൃഷ്ണനിൽ നിന്നാണ് നാരായണൻ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കൃഷ്ണൻ നാരായണൻ തന്നെയാണ്. അപ്പം ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നാണ് നാരായണൻ വന്നിട്ടുള്ളത് എന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. നീ നാരായണൻ കൃഷ്ണനാണ് എന്ന് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ ആദ്യത്തേത് ആരാണുള്ളത്? കൃഷ്ണനാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ, കൃഷ്ണ ശക്തി, കൃഷ്ണന്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹരേ എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ, കൃഷ്ണന്റെ ശക്തി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സമയം പോയി. അത് ഒരു ശ്ലോകം കൊണ്ട് തന്നെ 21. അരക്ഷ്യമാണ സ്ത്രീയോർബിബാലാൻ ശോചസ്യഥാ പുരുഷാദൈരിവാർത്താൻ വാചം ദേവി ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ. അരക്ഷ്യമാണ സ്ത്രീയോർബിബാലാൻ ശോചസ്യഥോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ. അരക്ഷ്യമാണ് എന്ന് വെച്ചാൽ യാതൊരു സുരക്ഷിതവും ഇല്ലാതെയായി തീർന്നു. സ്ത്രീയെ, ഉർവി ഭൂമിയിൽ, ബാലാൻ കുട്ടികൾ, ശോചസി അനുതാപം ദുഃഖമുണ്ടാകുക, ശോചം ദുഃഖമുണ്ടായി, അഥോ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള, പുരുഷ ആദൈഹി മനുഷ്യരാൽ എന്നുള്ളതുള്ള പുരുഷന്മാർ തുടങ്ങി, പുരുഷൻ എന്ന് പറയുന്നത് തന്നെ മനുഷ്യരാൽ, ഇവ അതുപോലെ, ആർത്ഥാൻ അസന്തുഷ്ടർ ദുഃഖിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. പുരുഷാദൈരി വാർത്താൻ അതിനെ ഒന്ന് പിരിച്ചെടുക്കണം. പുരുഷ ആദൈഹി ഇവ ആർത്ഥാൻ എന്ന് 3 വാക്കുകളാകും. പുരുഷ ആദൈഹി ഇവ ആർത്ഥാൻ. അപ്പൊ പുരുഷ ആദൈഹി മനുഷ്യരാൽ, ഇവ അതുപോലെ, ആർത്താൻ അസന്തുഷ്ടരായവർ. വാചം വാക്കുകൾ, ദേവി എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവി എന്നുള്ള അർത്ഥം. ബ്രഹ്മകുലേ ബ്രാഹ്മണ കുലത്തിൽ, കുകർമ്മണി എന്ന് പറയുമ്പം ധർമ്മശാസ്ത്രങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളത്, ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അബ്രഹ്മണ്യേ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സംസ്കാരത്തിന് എതിരായ വ്യക്തികളെയാണ് അബ്രഹ്മണ്യേ എന്ന് പറയുന്നത്. അബ്രഹ്മണ്യേ. അപ്പൊ രാജകുലേ രാജകുടുംബത്തിൽ, കുലാഗ്രാൻ എല്ലാ കുലങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പൊ കുലങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം ബ്രാഹ്മണ കുലമാണ് എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയുള്ള ബ്രാഹ്മണ കുലം ആയിരിക്കണം എന്ന് ആ ബ്രാഹ്മണർ ചിന്തിക്കണം എന്നുള്ളതാണ് ബ്രാഹ്മണ കുലേ എന്നുള്ളത്. അപ്പൊ അതിന്റെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.
അരക്ഷ്യമാണാം സ്ത്രിയവിബാലാൻ ശോചസ്യ ദുരോ പുരുഷ തൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി ബ്രഹ്മേണ രാജേ കുലാഗ്രാൻ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അത് ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കണം. പുരുഷ ആദൈരി എന്ന് വരും കേട്ടോ. പുരുഷാദൈരി വാർത്താൻ നീട്ടി പറയണം. പിന്നെ കുകർമ്മണി അബ്രഹ്മണ്യേ എന്ന് പറയണം. കുകർമ്മണ്യ ബ്രഹ്മണ്യേ എന്നുള്ള ചേർത്ത് പറയാൻ പ്രയാസമായതുകൊണ്ടാണ് ഞാനത് കുകർമ്മണി അബ്രഹ്മണ്യേ എന്നെടുത്ത് പറഞ്ഞത്. രാജകുലയെ കുലഗ്രാൻ. ഓക്കെ. ഹരേ കൃഷ്ണ. ഒരാളൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി വായിക്കട്ടോ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുഭദ്ര കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യ ബ്രഹ്മണ്യ രാജകുലേ കുലാഗ്രേൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അത് ഫുള്ളായിട്ട് ആരാ വായിക്കുക? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ വായിക്കട്ടെ. ഇനിയുണ്ടോ? അത് വായിക്കണം മാതാജി. ഞാൻ വായിക്കട്ടെ. മാതാജി കൊടുക്ക, ചാൻസ് കൊടുക്ക. ഓക്കെ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. അരക്ഷ്യമാണാ സ്ത്രീയെ ഉർബിപാലാൻ ശോചസ്ത്യതോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി ആ ബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ. ഹരേ കൃഷ്ണ. അത് ചേർത്ത് എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. വാചം ദേവി ബ്രഹ്മകുലേ കുകർമ്മണ്യ ബ്രഹ്മണ്യേ. അത് എടുക്കുമ്പോ അത് ശരിക്കും എടുക്കണം. എങ്ങനെയാണ്? വാചം ദേവീം ബ്രഹ്മണ്യേ കുകർമ്മണ്യ ബ്രഹ്മണ്യേ എന്നെടുക്കണം. കുകർമ്മണ്യ ബ്രഹ്മണ്യേ. അതാണ് കറക്റ്റ് ആണ്. പക്ഷെ അത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എടുക്കണം. അത് എടുക്കുമ്പോൾ അത് 2 ലൈൻസ് ഒന്നിച്ച് പറയേണ്ടതാണ്. വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യ ബ്രഹ്മണ്യേ രാജകുലേ കുലഗ്രാൻ. അങ്ങനെയാണത് പറയേണ്ടത്. പക്ഷെ അത് അല്പം പാടായതുകൊണ്ടാണ് ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്തതാണത്. ഹരേ കൃഷ്ണ. പമ്പിവർത്തനം. മനസാക്ഷി കുത്തില്ലാത്ത മനുഷ്യർ നിർഭാഗ്യരായ സ്ത്രീകളെയും കുട്ടികളെയും നിരാലംബരായി ഉപേക്ഷിച്ചു പോയതിൽ അങ്ങേക്ക് ആത്മനിന്ദ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ധർമാനുശാസനങ്ങൾക്കെതിരായ പ്രവൃത്തികൾക്ക് അടിമകളായി ബ്രാഹ്മണരാൽ വിദ്യാദേവത കൈകാര്യം ചെയ്യപ്പെടുന്നതിനാലാണോ അങ്ങ് അസന്തുഷ്ടനായിരിക്കുന്നത്? അതോ ബ്രാഹ്മണീയ സംസ്കാരത്തെ ആദരിക്കാത്ത രാജവംശങ്ങളുടെ കീഴിൽ ബ്രാഹ്മണർ അഭയം പ്രാപിച്ചതിനാലാണോ അങ്ങ് വിഷമിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു? അതൊന്ന് പറഞ്ഞാട്ടെ. ആരോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആർക്കും കിട്ടുന്നില്ല. ധർമ്മരാജൻ ഭൂമിദേവിയോട്. എന്തോ? ധർമ്മരാജൻ ഭൂമിദേവിയോട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പം ധർമ്മരാജാവായിട്ട് അവിടെ നിൽക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? കാള. ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ അല്ലെ? അവരുടെ 2 പേരുടെയും സംഭാഷണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു ദുഃഖഭാവം പശുവിന്റെ മുഖത്ത് കണ്ടത്? ഭൂമിദേവിയിലുള്ള ദുഃഖഭാവം അവിടെ വരുന്നു അല്ലെ? അങ്ങനെ എന്താണ് കാരണമെന്ന് ഇവിടെ തിരക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്? നിർഭാഗ്യരായ സ്ത്രീകളെയും കുട്ടികളെയും നിരാലംബരായി ഉപേക്ഷിച്ചു പോയതിൽ അങ്ങേക്ക് ആത്മനിന്ദ ഉണ്ടാകുന്നുണ്ടോ? ധർമാനുശാസനങ്ങൾക്കെതിരായ പ്രവൃത്തികൾക്ക് അടിമകളായ ബ്രാഹ്മണരാൽ വിദ്യാദേവത കൈകാര്യം ചെയ്യപ്പെടുന്നതിലാണോ അങ്ങ് അസന്തുഷ്ടരായിരിക്കുന്നത്? അതോ ബ്രാഹ്മണീയ സംസ്കാരത്തെ ആദരിക്കാത്ത രാജവംശങ്ങളുടെ കീഴിൽ ബ്രാഹ്മണർ അഭയം പ്രാപിച്ചത് കൊണ്ട് ആണോ? അപ്പൊ ധർമ്മത്തിന്റെ പ്രതിരൂപമായിരിക്കുന്ന കാള ഈ വിധത്തിൽ ചോദിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾക്ക് ആ സമയത്തെ ധർമ്മത്തിന്റെ ച്യുതിയെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ? ധർമ്മച്യുതി ഉണ്ടായി അവസാനം കലിയുഗത്തിൽ ഏത് ധർമ്മം മാത്രം അല്പമുണ്ട്? എന്താണുള്ളത് ഇപ്പോഴ് കലിയുഗത്തിൽ? എന്തുവാ ഉള്ളത്? സത്യം. സത്യം മാത്രം. ബാക്കിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു. അപ്പൊ അത് മാത്രമേ ഇന്നുള്ളൂ. ചിലരെങ്കിലും സത്യം ശരിക്കും പറയുന്നവരുണ്ട്. അപ്പൊ അത് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ അസന്തുഷ്ടിക്ക് കാരണം എന്താണ്? ബ്രാഹ്മണീയ സംസ്കാരത്തെ ആദരിക്കാത്ത രാജവംശങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണോ? അതോ ബ്രാഹ്മണർ അവരുടെ പ്രവൃത്തി വേണ്ട വിധത്തിൽ ചെയ്യാത്തത് കൊണ്ടാണോ? ഇങ്ങനൊക്കെ ചോദിക്കുന്നത് വിദ്യാദേവത വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണോ? വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടത് ബ്രാഹ്മണരാണ്. അവരിന്ന് ബാങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊന്നും ഇതിലേക്ക് സമയവുമില്ല. അവർക്ക് അഥവാ അവർ പറഞ്ഞു കൊടുക്കാൻ വന്നാലും കേൾക്കാനും ആരുമില്ല.
അപ്പൊ അങ്ങനെ വരുമ്പോഴേ വിദ്യാദേവതയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിലെ സ്ത്രീകളും കുട്ടികളും ബ്രാഹ്മണർ, ഗോക്കൾ എന്നിവരോടൊപ്പം അനാദരിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അനാദരവാണ് എല്ലാ വംശങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അരക്ഷിതരായി പലരെയും ഉപേക്ഷിക്കുന്നു. എന്തിന് കാരണം നമ്മള് ഭഗവത്ഗീതയുടെ 1-ാം ചാപ്റ്ററില് നമ്മൾ പഠിച്ചു, യുദ്ധം നടന്നു കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാം അധപ്പതിക്കും, പുരുഷന്മാരെല്ലാം മരിച്ചു പോകും, വേണ്ട രീതിയിലുള്ള പുരുഷന്മാർ സമൂഹത്തിൽ കാണുകയില്ല, അപ്പൊ സ്ത്രീകൾ അധപ്പതിച്ചു പോകും. അങ്ങനെ അനാവശ്യ തരത്തിലുള്ള കുട്ടികൾ ജനിക്കുകയും ആ ജനനം എന്തിനു കാരണമായി തീരുകയും ചെയ്യും, സമൂഹത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമായി ഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഭവിക്കുന്നത് കൊണ്ട് എന്താണ്, സ്ത്രീകളെയും കുട്ടികളെയും പരിരക്ഷിക്കണം. എന്ന് വെച്ചാൽ മനുസംഹൃദ ഇന്നത്തെ സ്ത്രീകൾ നമ്മൾ ചോദിക്കും ഞങ്ങളെ എന്തോ പരിരക്ഷിക്കാനാണ്, കാരണം ഇന്നത്തെ കാലമായിരുന്നില്ല അന്ന്. ഇന്ന് ചോദിക്കും നമ്മളെ എന്ത് പരിരക്ഷിക്കാനാണ്, ഞങ്ങൾക്ക് കഴിവില്ലേ എന്ന് ചോദിക്കുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെ, നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീകളെയും കുട്ടികളെയും വേണ്ട രീതിയിൽ പരിരക്ഷിക്കണമെന്നാണ് വേദങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്ത്രീയും പുരുഷനും ഇവിടുത്തെ ഇനിയിപ്പൊ ഇത് ഇത്ര ഇങ്ങനെ പോകുന്നു നമ്മുടെ ഈ ടൈമില്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വെറുതെ ഒരിത് മാത്രമായി മാറും. നമ്മുടെ എന്താണ്, കലിയുഗം പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് വേദശാസനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് വിവാഹം വെറും ഒരു ഉടമ്പടി മാത്രമായിരിക്കും. അതിനകത്ത് യാതൊരു കാര്യവും ഉണ്ടാകുകയില്ല. പുരുഷന്മാരെയോ അനുസരിച്ച് ജീവിക്കാൻ സ്ത്രീകൾ തയ്യാറായില്ല. അതുപോലെ തന്നെ പുരുഷന്മാരും വേണ്ട രീതിയിൽ കുടുംബത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയില്ല. അവരും വളരെ അധപ്പതിച്ചവരായിട്ട് മാറും. എന്താണ് പറഞ്ഞിരിക്കുന്നത്, വെറും ഒരു ശ്വാനന്മാർക്ക് തുല്യമായിട്ട് ഭവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമൂഹത്തിൽ എന്താണ്, ഇന്നത്തെ പഠന രീതി അനുസരിച്ച് റാങ്ക് കിട്ടുന്നതിനും കൂടുതൽ മാർക്ക് കിട്ടുന്നതിനും ഒക്കെയാണ് ഇന്ന് പ്രാധാന്യം. ഇനിയും ഇത് കഴിയുമ്പോൾ കലിയുഗത്തിൽ ഇതൊന്നും അല്ല വരാൻ പോകുന്നത്. അതുപോലെ ഭരണാധികാരികൾ ഒരു ഭരണവർക്കം എന്ന നിലയിൽ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, നിന്നെ വൈദിക ജ്ഞാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അപലപിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന ആ വേദത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന മനുസ്മൃതിയെ ചീത്ത വിളിക്കാനേ ഉള്ള ആൾക്കാർക്ക് നേരം അങ്ങനെ ആ ഒരു രീതിയിൽ അതിനൊന്നും ഇന്ന് പ്രാധാന്യം കലിയുഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ വൈദിക ജ്ഞാനത്തിന്റെ തത്വങ്ങളെയെല്ലാം അപലപിക്കും. അതുപോലെ നമ്മളെല്ലാം മതേതരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജ്യം വേണമെന്ന് മുറവിളി കൂട്ടും. പിന്നെ ധർമ്മസംഹിതകളെ നിഷേധിക്കും. ഇനി സർക്കാർ ഒരു പദവി ഉണ്ടായിരിക്കും, പക്ഷെ ആ സർക്കാർ പദവി വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ ഭരണാധികാരികൾക്ക് കഴിയുകയില്ല. വിശേഷിച്ച് ബ്രാഹ്മണർ എവിടെയെങ്ങും ഉണ്ടാകുകയില്ല. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ അറിയുന്നവർ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കലിയുഗത്തിൽ അത്തരം പദവികൾ സ്വീകരിക്കുന്നുവെന്ന് മാത്രമല്ല, ഏത് രീതിയിൽ തന്നെയായി മാനവീയ സമൂഹത്തിന്റെ സാർവജനീനമായ ക്ഷേമത്തിന് ഹാനികരമായ കലിയുഗ ലക്ഷണങ്ങൾ ഇവിടെ കാണുകയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് എന്താണ്, കലിയുഗത്തിൽ നമ്മൾ എങ്ങനെ അധപ്പതിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണോ ഭൂമിദേവി ഇത്രയും അസന്തുഷ്ടയായി കാണപ്പെടുന്നത്, മുഖത്ത് മ്ലാനത കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളെ ഓരോ യുഗത്തിലും അല്ലെങ്കിൽ ഓരോ രീതിയിലും എങ്ങനെയാണ് നമ്മൾ എന്തോ പഠിച്ചിട്ടുണ്ട്, ഭഗവാനെ അറിയണം. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, എന്താണ്, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് 9 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഓരോരുത്തരും എക്സാമ്പിളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് ശ്രവണത്തിന്? ആരാണ് ശ്രവണത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ആരാ? പരീക്ഷിത്ത് മഹാരാജ്. കീർത്തനത്തിനോ? ശിവദേവ ഗോസ്വാമി. സ്മരണം പ്രഹ്ലാദ് മഹാരാജ്. അതുപോലെ പാദസേവനം ലക്ഷ്മി ദേവി. അർച്ചനം പൃഥു മഹാരാജാവ്. വന്ദനം അക്രൂരൻ, വന്ദനം. പിന്നീട് ദാസ്യം ഹനുമാൻ. സഖ്യം അർജുനൻ. പിന്നെ ഏതാ? ആത്മനിവേദനം മഹാബലി. എക്സാമ്പിൾ നമ്മൾ പറയാണ്. ഇതുപോലെ വേറെ ആൾക്കാർ ഇല്ലെന്നല്ല, പക്ഷെ ഇത്രയും പ്രാധാന്യമുള്ളവരെ എടുത്ത് കാണിച്ചിരിക്കും. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു തന്ന രീതിയിലാണ് അന്ന് സമൂഹം പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഹരേ കൃഷ്ണ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഭൂമി ദേവിയുടെ മുഖം മ്ലാനമായിരിക്കുന്നത്, അരക്ഷിതാവസ്ഥയിൽ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കലിയുഗത്തിൽ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ചെല്ലാം അറിയാം. അടുത്തത് കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ
രാഷ്ട്രാണി വാതൈരവരോപിതാനി ഇതസ്തതോ വാസനപാനവാസഃ സ്നാനപ്യവായോന്മുഖജീവലോകം കിം ക്ഷത്രബന്ധുൻ കലിനോപസൃഷ്ടൻ രാഷ്ട്രാണി വാതൈരവരോപിതാനി ഇതസ്തതോ വാസനപാനവാസഃ സ്നാനപ്യവായോന്മുഖജീവലോകം. കിം എന്ന് പറഞ്ഞാൽ അതോ, ഇത്രയും ചോദിച്ചിട്ട് ചോദിക്കുക, ഇത്ര ഇതുകൊണ്ടാണോ? അതോ ക്ഷത്രബന്ധൂൻ, ക്ഷത്രബന്ധു എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഭരണാധികാരി അല്ല എന്നുള്ളത്, വിലക്കപ്പെട്ട ഭരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ക്ഷത്രിയരെയാണ്. അപ്പൊ വേണ്ട രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ കഴിയാത്ത കലിന, കലിയുഗത്തിന്റെ പ്രഭാവം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട്. ഉപസൃഷ്ടാൻ എന്ന് പറഞ്ഞാൽ സംഭ്രാന്തരായിട്ട്, രാഷ്ട്രാണി, രാഷ്ട്രാണി എന്ന് പറഞ്ഞാൽ രാജ്യകാര്യങ്ങളിൽ, ഉപസൃഷ്ടാൻ എന്ന് പറഞ്ഞാൽ സംഭ്രാന്തരായിട്ട്, സംഭ്രാന്തരായി എന്ന് വെച്ചാൽ കലിയുഗത്തിന്റെ പ്രഭാവത്താൽ സംഭ്രാന്തരായി. ഇനി രാഷ്ട്രാണി എന്ന് പറയുമ്പോൾ രാഷ്ട്രാണി രാഷ്ട്രത്തെ കുറിക്കുന്നത്, രാജ്യകാര്യങ്ങളെ കുറിക്കുന്നത്. രാജ്യകാര്യങ്ങളിൽ രാഷ്ട്രാണി വാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, തൈരവരോപിതാനി, അതിനെ ഒന്ന് പിരിക്കേണ്ടിയിരിക്കുന്നു. തൈരവ എന്ന് പറഞ്ഞാൽ തൈഹി എന്നുള്ള അർത്ഥം, വിസർഗമാണ് രാ വന്നത്. തൈഹി അവരാൽ, അവരോപിതാനി, തൈഹി അവരോപിതാനി, അവരോപിതാനി എന്ന് വെച്ചാൽ വ്യവസ്ഥയില്ലാത്ത ഒരു മാർഗത്തിലേക്ക്, അഥവാ കുഴപ്പത്തിലേക്ക് തള്ളിയിടുക. ഞാൻ പറയുന്നത് ആകെ കുഴപ്പമാണ് ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അവരോപിതാനി എന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിലാണ് വീട്ടിലെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അവരോപിതാനി ഇതസ്തതോ വാസനപാനവാസഃ. ഇതസ്തതോ, ഇതഹ മീൻസ് ഇവിടെ, തതഹ അവിടെ, വാ അല്ലെങ്കിൽ, അശന, പക്ഷെ അത് പിരിക്കുന്ന ഓർത്തോണം, വാസനപാനവാസഃ എന്നാണ്. അപ്പൊ അത് പിരിക്കുമ്പോഴേ വാ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ, അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങള്, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ആകട്ടെ അത് സ്വീകരിക്കുന്ന രീതിയാണ് അശനം ചെയ്യുക. കഴിക്കുക എന്നുള്ളതിന് നമ്മൾ അശനം എന്ന് പറയല്ലേ. പാന കുടിക്കുക, അശന പാന വാസഹ വസതി. അപ്പം എന്തൊക്കെയാ? അശനം, പാനം, വാസം. അപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുകയും കുടിക്കുകയും പിന്നെ ജീവിക്കുകയും ചെയ്യുക, വസതി താമസിക്കുകയും ചെയ്യുക. സ്നാന വ്യവായോന്മുഖ ജീവലോകം. സ്നാനം കുളി, വ്യവായ ലൈംഗികമായ വീഴ്ച, ഉന്മുഖനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വ്യതിചലിച്ച് നിൽക്കുക. ജീവലോകം മാനവ സമൂഹം, ജീവലോകം. അപ്പോഴേ കിംക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടൻ രാഷ്ട്രാണി വാതൈരവരൂപിതാനി ഇതസ്തതോ വാസനപാനവാസഃ സ്നാനവ്യവായോന്മുഖ ജീവലോകം. അപ്പൊ ഇന്ന് വായിക്കാത്തവരാരെങ്കിലും ഒന്ന് വായിച്ചേ ശ്ലോകം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 22. കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രവാണീ വാ തൈരവരോപിതാനി ഇതസ്തതോ വാസനപാനവാസ സ്നാനവ്യവയോന്മുഖ ജീവലോകം. സ്നാനവ്യവായോന്മുഖ ജീവലോകം. ആർക്കെങ്കിലും കൂടെ വായിക്കണം? ആരുമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാനിവിടെ വായിക്കട്ടെ മാതാ. വായിച്ചു മതി. ഓം നമോ ഭഗവതേ വാസുദേവായ. കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാതൈരവരോപിതാനി ഇതസ്തതോ വാസനപാദവാസ സ്ഥാനാവ്യവായോന്മുഖ ജീവലോകം. ഹരേ കൃഷ്ണ മാതാ. ഹരേ കൃഷ്ണ. ഇതസ്തതോ വാസനപാനവാസഃ. ഓക്കെ. വിവർത്തനം. ഭരണാധികാരികൾ എന്ന് അറിയപ്പെടുന്നവർ കലിയുഗ പ്രഭാവത്താൽ ഇപ്പോൾ വിഹ്വലരായിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാ രാജ്യകാര്യങ്ങളെയും അവ്യവസ്ഥയിലാക്കിയിരിക്കുന്നു. ഈ അവ്യവസ്ഥയിൽ ഇപ്പോൾ അങ്ങ് അനുതപിക്കുന്നു. തിന്നുക, കുടിക്കുക, ശയിക്കുക, സംയോജിക്കുക എന്നിങ്ങനെയുള്ളവരുടെ നിയമവ്യവസ്ഥകൾ ഇപ്പോൾ സാമാന്യ ജനങ്ങൾ പാലിക്കുന്നില്ലേ? മാത്രവുമല്ല, അവർ എവിടെയും എപ്പോഴും എന്തും ചെയ്യുന്ന പ്രവണതയുള്ളതായി തീർന്നിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണോ നീ സന്തോഷമില്ലാത്തവളായി കാണപ്പെടുന്നത്? അപ്പം നിന്റെ ദുഃഖത്തിന് കാരണം എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പം വേണ്ട വിധത്തിലുള്ള ഭരണമില്ലാത്തത് കൊണ്ടാണോ? കലിയുഗ പ്രഭാവം വന്നതുകൊണ്ട് എല്ലാവരും വിഹ്വലരാണ്.
ആ രാജ്യകാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് ഓർത്താണോ നീ ദുഃഖിക്കുന്നത്? ഇന്ന് മനുഷ്യനെ എന്തെങ്കിലും തിന്നുകയും കുടിക്കുകയും കിടക്കുകയും സംയോജിക്കുകയും എന്നിങ്ങനെയുള്ള നിയമവ്യവസ്ഥകൾ വേണ്ട രീതിയിലല്ലേ ജനങ്ങൾ പാലിക്കുന്നത്? അതുപോലെ എന്തും ചെയ്യാനുള്ള പ്രവണതയുള്ളവരായി മനുഷ്യർ മാറിയിരിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ നീ സന്തോഷമില്ലാത്തവളായി തീർന്നിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ താണതരം മൃഗങ്ങൾക്കുള്ളതുപോലെ എന്താണ് തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ഭയപ്പെടുകയും ലൈംഗിക വീഴ്ച നടത്തി എന്നിങ്ങനെയുള്ള ചില ജീവിതാവശ്യങ്ങളാണ് പൊതുവേ ഉള്ളത്. അതിലേക്ക് ജനങ്ങൾ മാറിത്താണ് വീണിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ശ്ലോകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞു, നമുക്കിവിടെ നിർത്താം. ഇനി ആർക്കെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോണം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് ഉണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ദിവസം ക്ലാസ്സിൽ